പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കരുണക്കടലിലേക്ക്, അവിടുത്തെ ധന്യനാമത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഷെക്കേന ചാനലിലൂടെ കർത്താവിൻ്റെ കരുണയുടെ മഹാതിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. കഴിഞ്ഞ 2 ദിവസങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ബിജിലച്ചനെ ഓർത്ത് പ്രത്യേകം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കരുണയുടെ നൊവേനയുടെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയുടെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മളെ വിളിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, നമ്മുടെ അവസ്ഥകളെ, ലോകം മുഴുവനെയും നമുക്ക് കർത്താവിൻ്റെ കരുണക്കടലിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രിയ മക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന മക്കളെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങൾക്കെല്ലാത്തിനും മതിയായതാണ്. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെട്ട് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നിറച്ചു തരുന്ന സ്നേഹനിധിയായ ദൈവമാണ്. ആ കരുണക്കടൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുമ്പോൾ, നിറച്ചിരിക്കുമ്പോൾ, ആ കരുണക്കടലിലേക്ക് ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ശക്തമായ അഭിഷേകത്താൽ ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് യാചിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരാണ്, ദുർബലരാണ്, നിസ്സഹായരാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ശ്രീഹന്മാരെ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൻ്റെ വലിയ സമാധാനം അനുഭവിക്കുവാൻ, സ്വർഗത്തിൻ്റെ വലിയ ചൈതന്യം അനുഭവിക്കുവാൻ, സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ, സ്വർഗീയ സന്തോഷത്തിൽ ഞങ്ങളൊക്കെ നിറയപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗത്തോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ വലിയ കൂട്ടായ്മയിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണക്കടലിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട അഭിഷേകത്തിനു വേണ്ടി, ശക്തീകരണത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് വലിയ ദാഹത്തോടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഉന്നതമായ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. ഈ മക്കളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, മക്കളിലേക്ക് വ്യാപരിക്കട്ടെ, ജോലി മേഖലകളിലേക്ക് വ്യാപരിക്കട്ടെ, ലോകം മുഴുവനിലേക്കും ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. ഈ സമയം കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കൾ, അസ്വസ്ഥരായിരിക്കുന്ന മക്കള്, ഈ വചനം സേവിക്കാൻ പോലും പറ്റാത്ത വിധം ഹൃദയം നൊമ്പരപ്പെട്ടിരിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, മനസ്സുകൾ ഉണരട്ടെ, ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും വലിയ ദൈവിക ചൈതന്യം വ്യാപരിക്കട്ടെ. വലിയ ദൈവിക ശക്തി നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവേ വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി വരണമേ, ഞങ്ങളിൽ നിറയണമേ.
പെന്തക്കൊസ്തു നാളിലെ മാളിക മുറി അഗ്നിനാവുകൾ കൊണ്ടു നിറച്ചവനെ. പെന്തക്കൊസ്തു നാളിലെ മാളിക മുറി അഗ്നിനാവുകൾ കൊണ്ടു നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടുങ്കാറ്റുപോലെ വീശിയെന്നിവ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടുങ്കാറ്റുപോലെ വീശിയെന്നിവ. മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ. എല്ലാ മക്കളിലേക്കും, മഴ പോലെ പെയ്തിറങ്ങിവ, എല്ലാ കുടുംബങ്ങളിലേക്കും മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ. മഴ പോലെ പെയ്തിറങ്ങിവ. വലിയ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥകളും നീങ്ങിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ, എല്ലാ ദുഷ്ടാരൂപികൾ നീങ്ങിപ്പോകട്ടെ. വലിയ ദൈവിക ചൈതന്യം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, ദൈവാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. വലിയ അഭിഷേകം എല്ലാ മക്കളിലും കുടുംബങ്ങളിലും നിറയട്ടെ. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ, മനസ്സുകൾ തുറക്കപ്പെടട്ടെ, ബുദ്ധി പ്രകാശിക്കട്ടെ, ശരീരം ഉണരട്ടെ. അഭിഷേകം, അഭിഷേകം. ഓ ഹല്ലേലൂയ. അഭിഷേകം, 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 അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ, അധരങ്ങളെ തുറക്കണമേ കർത്താവേ. എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റി, ബന്ധനങ്ങൾ തകർത്ത്, സാത്താന്റെ ആധിപത്യങ്ങൾ നിർവീര്യമാക്കി അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരുണയിലേക്ക് ആഴ്ത്തണമേ. അഭിഷേക ശക്തി വ്യാപരിക്കണം. യേശുവേ, 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 കർത്താവേ, കർത്താവേ, യേശുവേ. ഓ കർത്താവേ, അങ്ങയുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളെല്ലാവരെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുജലം കൊണ്ട് വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുവാനുള്ള വലിയ ഭാഗ്യം അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓ തമ്പുരാനെ, അങ്ങയുടെ കരുണക്കടലിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ അങ്ങയുടെ കരുണക്കടലിൽ അങ്ങ് ആഴ്ത്തണമേ കർത്താവേ, അങ്ങ് പൊതിയണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന വലിയ അഭിഷേക ശക്തി, വലിയ ദൈവിക ശക്തി എല്ലാ മക്കളിലും കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തമ്മേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, പിശാചുക്കളുടെ പേടി സ്വപ്നമേ, നിങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇടത്തും വലത്തും പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഇതാ സാന്നിധ്യം വഹിച്ചിരിക്കുന്നു. ചുറ്റും മാലാഖമാരെ നമുക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. സകല വിശുദ്ധരും മാലാഖമാരും രക്തസാക്ഷികളും സ്വർഗം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മെ അനയിക്കുവാൻ സ്വർഗരും സ്വർഗീയവാസികളും സ്വർഗീയരും ഇത് നമ്മുടെ കൂടെയുണ്ട്. വലിയ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃത്വ സംരക്ഷണത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ്. പുതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. അതിനുവേണ്ടി ഈ 4 ദിവസങ്ങൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ ആഴങ്ങൾ നമ്മൾ മനസ്സിൽ ആക്കണം. ഈശോയുടെ വലിയൊരു ആഗ്രഹമുണ്ട്. കരുണയുടെ പ്രവാചകിയായ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ അത് പലവട്ടം വ്യക്തമാക്കി പറയുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ ഹിതം പറയുന്നുണ്ട്. 1-2 വചനങ്ങൾ ഞാൻ വായിക്കാം. അവിടെ നമ്മൾ ഡയറി കുറിപ്പുകളിൽ 300-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ലോകം മുഴുവനോടും എൻ്റെ വലിയ കരുണയെപ്പറ്റി പറയണം. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നതുവരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഈശോ പറയാണ്,
ലോകം മുഴുവനോടും എൻ്റെ കരുണയെക്കുറിച്ച് പറയണം. വീണ്ടും അവിടെ പറയുന്നുണ്ട്, കരുണ എന്ന നാമധേയത്തിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. വീണ്ടും പറയാണ്, കരുണ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമാണ്. കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷമെന്ന് നീ പ്രഘോഷിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ആഗ്രഹിക്കുകയാണ് ഈശോയുടെ കരുണ ലോകമെങ്ങും പ്രഘോഷിക്കണം. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 1396 നാം ഇങ്ങനെ വായിക്കുകയാണ്, ഓ പാപികൾ എൻ്റെ കരുണ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോവുകയില്ലായിരുന്നു. പാപികളായ ആത്മാക്കളോട് എൻ്റെ അടുക്കൽ വരുവാൻ അല്പം പോലും ഭയപ്പെടേണ്ടതില്ലെന്ന് പറയുക. ഇത് പറയാണ്, എൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് അവരോട് സംസാരിക്കുക. വീണ്ടും 1521 പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെപ്പറ്റി അവരോട് സംസാരിക്കണം. വീണ്ടും 1665 പറയാണ്, പാപികളോടുള്ള എൻ്റെ കരുണയും നന്മയും പ്രഘോഷിക്കുക, അവർ അത് മനസ്സിൽ ആക്കട്ടെ. പല സ്ഥലത്ത് ഇതുപോലെ പല സ്ഥലത്ത് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പറയുകയാണ്, എൻ്റെ കരുണയെ നീ പ്രഘോഷിക്കണം, എൻ്റെ കരുണയെക്കുറിച്ച് സംസാരിക്കണം, എല്ലാ മക്കളും എൻ്റെ കരുണ അറിയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ അഭയം തേടണം, ആ ദൈവകരുണയെ നമ്മൾ മഹത്വപ്പെടുത്തണം, ആ ദൈവകരുണയെ നമ്മൾ പ്രഘോഷിക്കണം. അത് ഈശോ ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ്. നമ്മളിന്ന് അല്പസമയം ചിന്തിക്കുക, എന്താണ് ഈ ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ. എൻ്റെ മനസ്സിലേക്ക് വളരെയേറെ വേദനയോടുകൂടി ധ്യാനിച്ചപ്പോൾ കടന്നു വന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനമാണ്. ഈ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വേദനാജനകമായ ഒരു വചനമാണത്. ദൈവത്തിൻ്റെ ചങ്ക് തകർന്ന ഒരു വചനം, മനുഷ്യ മക്കളും ചങ്ക് തകരേണ്ട വചനം. നമുക്ക് സേവിക്കാം. വായിക്കുകയാണ്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ദൈവം പരിതപിച്ചു? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ഇതുപോലെ വേദനിച്ചു? അവിടെയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതായത് മനുഷ്യനെ ദൈവം അതുപോലെ സ്നേഹിച്ചു, അതുപോലെ എല്ലാം നൽകി. തൻ്റെ ജീവൻ നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തൻ്റെ ഛായയിൽ, തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ ജീവൻ നൽകി. ദൈവത്തിൻ്റെ ജീവൻ നൽകി മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യനോട് എത്രമാത്രം വലുതാണ്. ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ദൈവത്തിൻ്റെ ജീവനിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം അതെല്ലാം അവന് നിറച്ചു നൽകി. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കരുണക്കടൽ. ആ മനുഷ്യനെ നോക്കിക്കേ, അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നു, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ നഗ്നരായിരുന്നിട്ട് പോലും നഗ്നത പോലും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ദൈവകൃപയുടെ ശക്തി, ചൈതന്യം അവരിൽ നിറഞ്ഞിരുന്നു. നോക്കിക്കേ, ദൈവകാരുണ്യത്തിൻ്റെ പാരമ്യം. നഗ്നരായിരുന്നിട്ട് പോലും ഒരു പ്രശ്നമില്ല, ജഡികാസക്തിയില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, മോശമായ നോട്ടമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ, ഒരു മ്ലേച്ഛതയില്ലാത്ത രീതിയിൽ ദൈവകൃപ കൊണ്ട്, ദൈവിക ജീവൻ കൊണ്ട് ദൈവം അവരെ നിറച്ചു. ഇത് ദൈവകരുണയുടെ വലിയൊരു ശക്തി, ആഴമാണിത്. ഞാൻ പറയും, ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ വലിയ പ്രവൃത്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ. എന്നാൽ കഷ്ടമേന്ന് പറയട്ടെ, മനുഷ്യൻ പാപം ചെയ്തു, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമുക്കറിയാം, ഇതുപോലെ സ്നേഹിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നത് ജീവൻ നൽകി. ചില പറയും, ജീവൻ നഷ്ടപ്പെടുത്തിയ ഞാൻ അവനെ രക്ഷിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം ജീവൻ നമുക്ക് നൽകി, ആ ജീവനിൽ നമ്മെ രൂപപ്പെടുത്തി. അത്രമാത്രം വലിയ കാരുണ്യം കാണിച്ച് എല്ലാം നൽകി, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി,
ദൈവത്തിൻ്റെ സൗഹൃദം നൽകി, എല്ലാ സൗകര്യങ്ങളും നൽകി. അല്ലലില്ല, കഷ്ടപ്പാടില്ല, വിയർപ്പില്ല, എല്ലാ ഫലങ്ങളും ഭക്ഷിച്ചുകൊണ്ട് സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാവുന്നതെല്ലാം നൽകി ദൈവം തൻ്റെ കരുണയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കരുണക്കടലിലാണ് അവൻ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ പിശാച് അവൻ വന്ന് നമുക്കറിയാം മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് അവൻ ജഡമായിട്ട് മാറിപ്പോയ ഗതികേട് സംഭവിക്കുക. അതിനുശേഷമാണ് ഉൽപ്പത്തി 6:3 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ എൻ്റെ ചൈതന്യം എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ വെറും ജഡമാണ്. വീണ്ടും 6-ാമത്തെ അധ്യായത്തിൽ തന്നെ 6-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചു കേട്ടെ, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരാളെ അധികം സ്നേഹിക്കുമ്പോൾ, മക്കളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, ഒരു പ്രസ്ഥാനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, ആ വ്യക്തിയിൽ നിന്ന്, ആ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് വേദനകൾ അല്ലെങ്കിൽ അവിശ്വസ്തതകൾ, അനുസരണക്കേട് വരുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദനയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് എല്ലാം നൽകി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിൻ്റെ ജീവൻ തന്നെ സ്വന്തമാക്കിയ മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വേദന നമ്മൾ വായിക്കുന്നുണ്ട്, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു മക്കളെ. എന്നിട്ടും ദൈവം ആ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ദൈവം പിന്നീട് അവൻ്റെ പിന്നാലെ, പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ വലിയ കടൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പാപം ചെയ്തിട്ടും ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും ജഡമായിട്ട് മാറിയിട്ടും ദൈവം പരിതപിച്ചിട്ടും ആ മനുഷ്യനെ ഉപേക്ഷിക്കാതെ അവൻ്റെ പിന്നാലെ അവനെ പിന്തുടർന്ന ഒരു കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ കാരുണ്യം ലോകം അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ആ കാരുണ്യം, ആ സ്നേഹം അറിഞ്ഞാലുണ്ടല്ലോ മനുഷ്യൻ ഇന്ന് നിരാശപ്പെടില്ല, അവൻ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല, അവൻ ലോകത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, ജഡത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. പിന്നെയോ ഈ കരുണയിൽ അവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഈ കരുണയിൽ അവൻ ജീവിക്കും. കാരണം മനുഷ്യവർഗം, ഈശോ പറയുന്നുണ്ട്, മനുഷ്യവർഗം എൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യം പിന്നീട് അങ്ങ് നോക്ക്, ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. എന്തിനാ? തൻ്റെ ജനത്തെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തൻ്റേതാക്കി മാത്രം സൂക്ഷിക്കാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, പിന്നെന്താണ്? നമ്മെ സൃഷ്ടിച്ചത് ദൈവിക ജീവനിലാണ്. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വെറും മൃഗങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിനറിയാം. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടും, മനുഷ്യ ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ടും, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും, അവൻ ജഡമായിട്ട് മാറിയിട്ടും, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായി തീർന്നിട്ടും ദൈവം അവനെ വിട്ടില്ല, ഉപേക്ഷിച്ചില്ല. അവൻ്റെ പിന്നാലെ ദൈവം നടക്കുന്നു. അബ്രാഹത്തെ വിളിച്ചു, അതിലൂടെ ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. പിന്നീട് ഇസ്രായേൽ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ഒരു ജനത്തെ തനിക്ക് വേണ്ടി രൂപപ്പെടുത്തി. ഓരോ കാര്യങ്ങളിലും ദൈവം അവരോട് സംസാരിച്ചു. വീഴ്ചകളുണ്ടായപ്പോൾ, കുറവുകളുണ്ടായപ്പോൾ ദൈവം അവർ വിട്ടുപേക്ഷിച്ചില്ല. വീണ്ടും ഈജിപ്തിൻ്റെ അടിമത്തം നമുക്കറിയാം, അവിടെയും ദൈവം തൻ്റെ മക്കളെ കാത്തു സൂക്ഷിച്ചു. ശക്തിയുള്ള കരത്തിലൂടെ ദൈവം അവിടുന്ന് മോചിപ്പിച്ചു. ചെങ്കടൽ പിളർന്ന്, നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒരു ജനത്തെ ഇതുപോലെ പാപം ചെയ്തിട്ട്, ഇതുപോലെ ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് ആ ജനത്തെ ഉപേക്ഷിക്കാതെ ആ ജനത്തിൻ്റെ പിന്നാലെ, മനുഷ്യൻ്റെ പിന്നാലെ അവനെ രക്ഷിച്ച് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിച്ച് ദൈവം അവരെ മോചിപ്പിച്ചു. ചെങ്കടൽ പിളർന്നു, പാറയിൽ നിന്ന് ജലം അവർക്ക് നൽകി, മന്ന വർഷിച്ചു, കാടപ്പക്ഷിയെ വർഷിച്ചു, മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവരുടെ കൂടെ ദൈവം വസിച്ചു. പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
കാനാൻ നാട്ടിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കി ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ തൻ്റെ ജനത്തെ സ്നേഹിച്ച്, തൻ്റെ ജനത്തിന് പ്രമാണങ്ങൾ നൽകി, തൻ്റെ ജനത്തിന് കൽപ്പനകൾ നൽകി, തൻ്റെ ജനത്തിന് പ്രവാചകന്മാരിലൂടെ ദൈവഹിതം വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം ഇടയാക്കി. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വലിയ കരുണ. ഇതുപോലെ നന്ദികെട്ട ജനം, നമുക്കറിയാം, പലപ്പോഴും ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യൻ, ജഡിക പാപം ചെയ്യുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച്, ദൈവത്തിൻ്റെ വചനം ലംഘിച്ച്, ദൈവത്തെ പോലും വിട്ടുപേക്ഷിച്ച് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മനുഷ്യൻ നശിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലും പ്രവാസത്തിലേക്ക് പോകുമ്പോഴും ദൈവം അവരെ ഉപേക്ഷിക്കാതെ, അവരെ കൈവിടാതെ അവരുടെ പിന്നാലെ നടക്കുക. പ്രിയപ്പെട്ടവർ, ഈ കാരുണ്യത്തെയൊക്കെ നമ്മളിരുന്ന് ധ്യാനിക്കണം. ഞങ്ങൾക്ക് ദൈവം എല്ലാം നൽകി മനുഷ്യന്, എന്നിട്ടും അവൻ ചെയ്ത പ്രവൃത്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവൃത്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവം പറയാം, ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയുന്നു. എന്നാൽ എൻ്റെ ജനം, കണ്ടോ, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല, അവർ മനസ്സിലാക്കണില്ല എൻ്റെ കാരുണ്യം, എൻ്റെ സ്നേഹം, എൻ്റെ ശക്തി. എന്നെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള സത്യം എൻ്റെ മക്കള് മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് ഈശോ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ പറയുന്ന, എൻ്റെ ജനം എൻ്റെ കരുണ മനസ്സിലാക്കട്ടെ, എൻ്റെ ജനം എൻ്റെ കരുണ അറിയട്ടെ, എൻ്റെ ജനം പാപം ചെയ്താലും എൻ്റെ കാരുണ്യം അറിയട്ടെ, എൻ്റെ ജനം പാപം ചെയ്ത് നശിച്ചു പോയി തകർന്നു പോകരുത്, എൻ്റെ ജനം രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഈശോ പറയാ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ കരുണയെ പ്രഘോഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം എപ്പോഴും അവൻ്റെ പിന്നാലെ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളെ കർത്താവ് തന്നേണേ. പലപ്പോഴും ആ കാരുണ്യത്തെ, ഈ വലിയ കാരുണ്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ധ്യാനിച്ചപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ ഈശോ പറയുന്നുണ്ട്. അവിടെ ഈശോ ഒരു കടക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. കടപ്പെട്ടവൻ, യജമാനന് 10,000 താലന്ത് കടപ്പെട്ടവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിച്ചപ്പോൾ ഒരു വലിയൊരു മേഖലയിലേക്ക് കർത്താവ് കൊണ്ടുപോയി. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന കാരുണ്യ പ്രവൃത്തി, അവൻ്റെ ശരീരം, അവൻ്റെ കഴിവ്, അവനിൽ നിക്ഷേപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തുമാത്രം വലുതാ, വിലപിടിപ്പുള്ളതാ. അതിനൊന്നും വിലമതിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം കാരുണ്യം ദൈവം തൻ്റെ മക്കൾക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശരീരം എടുത്ത് നോക്കിക്കേ, എന്തൊരു വിലപിടിപ്പുള്ളതാ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഒരു അമ്മച്ചി വളരെയേറെ വേദനയോടുകൂടി വിളിച്ചു. അമ്മച്ചിയുടെ മകൻ ആത്മഹത്യ ചെയ്തതാ. 4 കൊച്ചുമക്കളുണ്ട്. അവൻ്റെ ഭാര്യയും 4 മക്കളെയും ഈ അമ്മച്ചിയെ നോക്കുന്നത്. ആ മക്കൾക്കുണ്ടായ അവസ്ഥകൾ, അതിൽ ഒരു ആൺകൊച്ച് ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിന് മലദ്വാരമില്ല ജനിച്ച കൊച്ച്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ദൈവമേ, ഈ ശരീരത്തിൽ അങ്ങ് എന്തുമാത്രം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് വിസർജിച്ച് പോകാനുള്ള സംവിധാനം ദൈവം ഒരുക്കിയിരിക്കുന്നു. ഓർത്ത് വയ്ക്കത് എന്ത് കരുണയാ മക്കളെ ഇത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയൊന്ന് ധ്യാനിക്കാറ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മച്ചിയുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാൻ തുടങ്ങിയത്. അറിയാം, പക്ഷേ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കാരുണ്യം. വീണ്ടും ഈ അമ്മച്ചി പറയാ, ഈ അമ്മച്ചിയുടെ മോൻ്റെ മൂത്ത കൊച്ച് പെൺകുട്ടിയാ, 11-12 വയസ്സ് പ്രായം, വളർച്ചയുടെ സമയമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുഞ്ഞിന് ഭയങ്കര വയറുവേദനയായിട്ട് ആശുപത്രി ചെന്ന് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ യൂട്രസിന് ദ്വാരമില്ല. മെൻസസിൻ്റെ സമയത്ത് ആ രക്തം പുറത്തു പോകാതെ കെട്ടിക്കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വേദന. ഡോക്ടർ പറഞ്ഞു, യൂട്രസ് എടുത്ത് കളയണം, കൊച്ച് യൂട്രസ് എടുത്ത് കളയണം. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, ഡോക്ടറെ, സാറേ എന്തെങ്കിലും വഴിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പറഞ്ഞു, ഒത്തിരി റിസ്ക്കാണ്, എങ്കിലും ചെയ്തു നോക്കാം. പറഞ്ഞു, ദൈവം കൂടെയുണ്ട്.
ദൈവം ഇടപെടും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടും ഈ അമ്മച്ചി ഡോക്ടറെ ധൈര്യപ്പെടുത്തിയത് കൊണ്ടും രണ്ടും കൽപ്പിച്ച് ഡോക്ടർ ഓപ്പറേഷൻ നടത്തി ആർട്ടിഫിഷ്യലായിട്ട് ഹോളിട്ടെന്ന് പറയാം. നോർത്ത് നോക്കി, ദൈവത്തിന് ഇതാണ് മക്കൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കരുണ, അനുഗ്രഹങ്ങൾ, കൃപകൾ, ദാനങ്ങൾ. എന്നാൽ മനുഷ്യൻ അതെല്ലാം മറന്ന് ദൈവം തന്ന ദാനമായ നമ്മുടെ ഓരോ അവയവങ്ങൾ, ദ്വാരങ്ങൾ നോർത്താക്കിയാൽ മതി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ദൈവം പറയാം, എൻ്റെ കരുണയെ നിങ്ങൾ മനസ്സിലാക്കും മക്കളെ. ഇന്ന് ആളുകൾക്ക് ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോൾ രോഗം മാറിയാൽ കരുണ, കല്യാണം നടന്നാൽ കരുണ, മക്കളുണ്ടായാൽ കരുണ. അതൊന്നുമില്ല മക്കളെ. നമ്മൾ ആശിച്ച് എന്താണോ അത് ദൈവത്തിൻ്റെ കരുണയാണ്. അത് നമ്മൾ അറിയണം. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ഞാനെന്ന എൻ്റെ പൗരോഹിത്യം ദൈവത്തിൻ്റെ കരുണയാണ്. നിൻ്റെ കുടുംബജീവിതം ദൈവത്തിൻ്റെ കരുണയാണ്. നിൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ കരുണയാണ്. നിൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ കരുണയാണ്. നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, കരുണയാൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു. അതാണ് കർത്താവിൻ്റെ കരുണക്കടൽ. അപ്പോൾ ആ വിലപിടിപ്പ്. അപ്പോൾ ഇവിടെ ഈ മകൻ ഒരു വ്യക്തി 10,000 താലന്ത് കടപ്പെട്ടിരിക്കുക. 10,000 താലന്ത്, പിന്നെ 100 ധനാറ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ ധനാറയും താലന്ത് തമ്മിലൊന്ന് യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ കണക്കെടുത്ത് നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതായത് അവിടെ കാണുന്നത് ഒരു സാധാരണ യഹൂദൻ്റെ ഒരു ദിവസത്തെ വേതനമാണ് 1 ദിനാറ. നമ്മളത് സുവിശേഷത്തിൽ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരനെ അയക്കുന്ന ഭാഗം വായിക്കുന്നുണ്ട്. ദിവസം 1 ധനാറ വേതനം. അപ്പോൾ ഒരു സാധാരണ യഹൂദൻ്റെ ഒരു ദിവസത്തെ വേതനമാണ് 1 ധനാറ. ഇനി ശ്രദ്ധിക്കുക, ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 6,000 ധനാറ ചേർന്നതാണ് ഒരു താലന്ത്. ഒരു വർഷം 300 ദിവസം ജോലി ചെയ്യുന്ന കണക്ക് നോക്കിക്കോ. 300 ദിവസം. അപ്പോൾ ഒരു വർഷം ജോലി ചെയ്താൽ ഒരു യഹൂദന് കിട്ടുന്നത് 300 ധനാറ. 6,000 ധനാറയാണ് ഒരു താലന്ത്. അപ്പോൾ എത്ര വർഷം ജോലി ചെയ്യണം? 20 വർഷം ജോലി ചെയ്താലാണ് 20 × 300 = 6,000 ധനാറ ഉണ്ടാകുന്നതും ഒരു താലന്തായി തീരുന്നതും. അപ്പോൾ ഒരു താലന്തിൻ്റെ വില നോക്കി. ഇനി 10,000 താലന്ത് പറയാം എത്രയാണ്? നോർത്ത് നോക്കിക്കേ. 10,000 താലന്ത് 10,000 × 20 2 ലക്ഷം വർഷം. 2 ലക്ഷം വർഷം ജോലി ചെയ്താൽ ഒരു യഹൂദന് കിട്ടുന്ന വേതനമാണ് അല്ലെങ്കിൽ സമ്പത്താണ് 10,000 താലന്ത്. ഈ ഒരു വില എന്ന് പറയുന്നത് മക്കളെ, ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കരുണയാണ്. നമ്മുടെ ജീവൻ്റെ വില. സങ്കീർത്തനം പറയുന്നുണ്ട്, ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര കൊടുത്താലും തികയുകയില്ല. അത്രമാത്രം വിലപിടിപ്പാണ് നമ്മളൊക്കെ. ഈ ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പലപ്പോഴും ഈ കരുണക്കടൽ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ ദൈവത്തോട് നന്ദികേട് കാണിച്ച്, ദൈവത്തെ വിട്ടുപേക്ഷിച്ച്, കൽപ്പനകൾ ലംഘിച്ച്, വീണ്ടും വീണ്ടും പാപം ചെയ്ത്, പിശാചിന് അവസരം കൊടുത്ത് നശിച്ചു പോകുമ്പോൾ ഈ സ്നേഹം തന്നെയായ, കരുണ തന്നെയായ ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അവന് ജീവൻ നഷ്ടപ്പെട്ടു പോയി. ദൈവം ജീവൻ കൊടുത്ത് സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ജീവൻ അവന് നഷ്ടപ്പെട്ടു പോയി. ആ ജീവൻ തിരികെ നൽകാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും. കേട്ട മക്കളെ, നമുക്കറിയാവുന്ന വചനം തന്നെയാ, എങ്കിലും ഈ കരുണയുടെ തിരുനാൾ ധ്യാനിക്കണം. അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുത്, ആരും രക്ഷപ്പെടാതെ പോകരുത്. അതിനുവേണ്ടി ഏകജാതൻ. ആരാണ് ഏകജാതൻ? യേശു ക്രിസ്തു. ആരാണ്? ജീവൻ. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ.
പ്രിയപ്പെട്ട മക്കളെ, ജീവൻ നൽകപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ജഡമായിട്ട് മാറി ദൈവത്തെ വിട്ട് ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ ഒക്കെ പിന്നാലെ പോയിട്ടും രക്ഷപ്പെടാതെ നശിച്ച് തകർന്ന് പാതാളത്തിലേക്കുന്ന പോലെ നശിച്ചു പോകുമ്പോൾ വീണ്ടും ആ ജീവൻ അവർക്ക് തിരികെ ലഭിക്കണം. വേറൊരു വഴിയില്ല. വീണ്ടും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കടൽ ഇതാ പൊട്ടി ഒഴുകുകയാണ്. കാരുണ്യത്തിൻ്റെ കടൽ. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നുണ്ട്, 1190 പറയാണ്, നീരൊഴുക്കിൽ നിന്നെന്ന പോലെ എൻ്റെ എല്ലാ മുറിവുകളിലും നിന്ന് ആത്മാക്കൾക്കായുള്ള കരുണ ഒഴുകുന്നു. പക്ഷേ അത്യഗാധമായ കരുണയുടെ ഉറവ എൻ്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആത്മാക്കൾക്കായുള്ള എല്ലാ കൃപകളും ഈ ഉറവയിൽ നിന്നാണ് പ്രവഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ആ ജീവൻ നൽകാൻ, വീണ്ടും തൻ്റെ മക്കളെ സ്വന്തമാക്കുവാൻ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണ്? ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ പാപത്തെ ഏറ്റെടുക്കാൻ, ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ പാപത്തിന് പരിഹാരം ചെയ്യാൻ. നിയമത്തിന് അധീനനായിരുന്ന നമ്മെ നിയമത്തിന് അധീനനായിക്കൊണ്ട് തന്നെ ഈശോ രക്ഷിച്ചു. ആ കാരുണ്യത്തെ നമ്മൾ ഈ വലിയ ആഴ്ചയിൽ ആഴത്തിൽ തന്നെ ധ്യാനിച്ചു. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈ കരുണയുടെ തിരുനാളിനൊരുക്കമായ നൊവേന ആരംഭിച്ചത്. കർത്താവിൻ്റെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളെ ധ്യാനിച്ചുകൊണ്ട് ആ യോഗ്യതകളിലൂടെ അവിടെ നിന്ന് നമുക്ക് നൽകിയ വലിയ കരുണ സ്വന്തമാക്കുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആ വലിയ കരുണയിലേക്ക് നമ്മൾ നമ്മെ തന്നെ ആഴ്ത്തണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കുരിശിൽ സംഭവിച്ചത് നമ്മൾ ധ്യാനിക്കണം, വീണ്ടും വീണ്ടും ധ്യാനിക്കണം. ഇന്ന് നമ്മെ സംബന്ധിച്ച് പറ്റിപ്പോയ ഏറ്റവും വലിയ ദുരന്തം എന്നറിയോ? ഈ കരുണയെ ധ്യാനിക്കാനോ, ഈ കരുണയെ സ്വന്തമാക്കാനോ, ഈ കാരുണ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ശക്തി സ്വന്തമാക്കാനോ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, മക്കളുടെ, സഭയുടെയൊക്കെ നാശത്തിൻ്റെ വലിയ അടിസ്ഥാനം. കുരിശിൽ എന്താ സംഭവിച്ച മക്കളെ? നമ്മെ വിലമതിക്കുന്ന കർത്താവ് നമുക്ക് ജീവൻ തരാൻ വേണ്ടി പാപത്തെ ഏറ്റെടുത്തു. 1 പത്രോസ് 2:24 വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. എന്തിനാ? നാം പാപത്തിന് മരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, പാപത്തിൻ്റെ വേദനം മരണമാണ്. പാപത്തിൻ്റെ അടിമത്തം നാശകരമാണ്. പാപത്തിൻ്റെ ഉടയവൻ പിശാചാണ്. അവൻ കൊല്ലും, അവൻ നശിപ്പിക്കും, അവൻ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, എത്ര വലിയ പാപിയാണേലും ഈശോ പറയുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. അതുകൊണ്ട് പാപികളായ മക്കൾ ഇനി ഭയപ്പെടേണ്ട. കാരണം എന്താണ്? അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. എന്തിനാ? അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കാൻ നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ കാരണങ്ങളെ ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു, പാപത്തെ ഏറ്റെടുത്തു. അവിടുത്തെ കരുണ. പ്രിയപ്പെട്ട മക്കളെ, ഈ കാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. നമുക്കറിയാം, കടൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കടൽ, എന്നാൽ ആ കടലിനെ ഒന്ന് ധ്യാനിച്ച്, ആ കടലിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് ധ്യാനിച്ചു പോയേ. കടലിൻ്റെ ആഴം, കടലിലുള്ള വസ്തുക്കൾ, കടലിലുള്ള ജീവികൾ, ഇതുപോലെ ദൈവത്തിൻ്റെ കരുണ, കടൽ നമ്മൾ ധ്യാനിക്കണം. പാപത്തെ ഏറ്റെടുത്ത, വീണ്ടും ഹെബ്രായർ 9:22 വായിക്കുന്നുണ്ട്, രക്തം ചിന്താതെ പാപപരിഹാരമില്ല. അവിടുത്തെ പരിശുദ്ധമായ രക്തം അവസാനത്തുള്ളിയും ചിന്തി. പ്രിയപ്പെട്ട മക്കളെ, നമ്മോട് കാണിച്ച കാരുണ്യം, നമ്മോട് കാണിച്ച സ്നേഹം, ഈശോ പറഞ്ഞില്ലേ, എൻ്റെ എല്ലാ തിരുമുറിവുകളിൽ നിന്നും നീരൊഴുക്കിൽ നിന്ന പോലെ കരുണ പ്രവഹിക്കുന്നു. ഓരോ മുറിവിൽ നിന്നും ധ്യാനിക്കണം മക്കളെ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന കരുണയെ നമ്മൾ ധ്യാനിക്കണം. അതുകൊണ്ട് വീണ്ടും ഈശോ പറയാ,
എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഏറ്റവും വലിയ കരുണയുടെ പ്രവാഹം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും വിശുദ്ധ ഫൗസ്റ്റീനാക്ക് ഈശോ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, മോളെ, എൻ്റെ കരുണ ഇതാണ്. ഹൃദയത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും അവസാനത്തുള്ളി ജലവും ഒഴുക്കിക്കൊണ്ട് കരുണയുടെ പ്രവാഹം ഇതാ ഹൃദയത്തിൽ നിന്നും കുത്തിയൊഴുകുന്നു. ലോകം മുഴുവനെയും ആവരണം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണക്കടൽ. ധ്യാനിക്കണം മക്കളെ. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി. വീണ്ടും അവിടുത്തെ മരണം, ജീവൻ നഷ്ടപ്പെട്ടു പോയ നാം ഓരോരുത്തരും, പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ജീവൻ അവന് നൽകിക്കൊണ്ട. തൻ്റെ ജീവന്റെ ശ്വാസം നിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അവന് നൽകിക്കൊണ്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടുത്തെ കാരുണ്യത്തിൻ്റെ കടൽ ധ്യാനിക്കും മക്കളെ. എന്നാൽ ആ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ വീണ്ടും അവന് ജീവൻ തരാൻ അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ച് നിയമത്തിന് അധീനനായിട്ട് പാപമില്ലാത്തവനെ പാപമേറ്റെടുക്കാൻ പറ്റൂ എന്ന നിയമത്തിന് അധീനനായിട്ട് അവിടുന്ന് പാപമേറ്റെടുത്തു. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവിടുന്ന് രക്തം ചിന്തി. വീണ്ടും പാപത്തിൻ്റെ വേദനമാണ് മരണമെങ്കിൽ പാപമില്ലാത്തവൻ്റെ മരണം, എൻ്റെ കർത്താവിൻ്റെ മരണം, നിന്റെ കർത്താവിൻ്റെ മരണം, പ്രിയപ്പെട്ട കുഞ്ഞെ, എനിക്കും നിനക്കും അർഹതപ്പെട്ട മരണത്തെ ഇല്ലാതാക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നമ്മൾ കാണുന്നുണ്ട്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അത് നിയമമാണ്. മോശയിലൂടെ ദൈവം നൽകിയ നിയമ, കല്ലെറിഞ്ഞ് കൊല്ലണം, കൊല്ലപ്പെടേണ്ടവൾ അവൾ. എന്നാൽ ഈശോ നമുക്കറിയാം നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവസാനം വീണ്ടും ചോദിച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അവരെല്ലാവരും പോയി. അവിടെ കല്ലെറിയുവാൻ ഈശോയ്ക്ക് കഴിയും, പാപമില്ലാത്തവൻ ഈശോ അവളെ വിധിച്ചില്ല. ഈശോ പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്ക്, എങ്ങനെയാണ് ഈശോയ്ക്ക് ഇവളെ ഫ്രീ ആക്കി വിടാൻ പറ്റുന്നത്? ഈശോ വന്നത് നിയമത്തെ അസാധുവാക്കാനല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വചനം നാം വായിക്കുന്നുണ്ട്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധു ആക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാ. അപ്പൊ എങ്ങനെ പറഞ്ഞു വിടും? നിയമപ്രകാരം കൊല്ലപ്പെടണം. എന്നാൽ അവളെ ഈശോ ഫ്രീ ആക്കി വിട്ടു. എങ്ങനെ? അതാണ് പ്രിയപ്പെട്ടവരെ, ഈ കരുണയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അർഹതപ്പെട്ടത് തരാത്തതാണ് കാരുണ്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ അർഹതപ്പെട്ടത് എന്താണ്? പാപത്തിൻ്റെ വേദന, മരണമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ചത് തന്നെ ഉത്ഭവ പാപത്തോടെയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്തുമാത്രം പാപങ്ങളാണ് നമ്മൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ആ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈശോ തൻ്റെ ജീവൻ വിലയായിട്ട് നൽകി. ഈശോ തൻ്റെ രക്തം വിലയായിട്ട് നൽകി. ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഈശോ നമുക്ക് വേണ്ടി മുറിഞ്ഞു. ആ കാരുണ്യം, അതാണ് മക്കളെ കരുണക്കടൽ. എന്നിട്ടാണ് നമ്മെ ഇതിൽ നിന്ന് മോചിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈശോ ആ മകളോട് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറയുക, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ പാപത്തിൻ്റെ വേദനം നിനക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് മരണമാണ്. അതൊരിക്കലും മാറത്തില്ല. ആ മരണം മാറത്തില്ല. പക്ഷേ നിനക്ക് അർഹതപ്പെട്ട മരണത്തെ നിനക്ക് തരാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചോളാം. നിനക്ക് വേണ്ടി ഞാൻ മരിച്ചോളാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ വന്നത് മരിക്കാനാ. സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ 1:29 പറഞ്ഞുകൊണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോ വന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കുരിശിൽ മരിക്കാനാ. കാരണം അതാണ് ദൈവത്തിൻ്റെ കരുണ, അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ കടൽ. കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും ജീവൻ തരാൻ ഈശോ മരിച്ചേ മതിയാകൂ. ഈശോ മരിച്ചേ മതിയാകൂ. പാപം നീക്കപ്പെട്ടേ മതിയാകൂ. രക്തം ചിന്തപ്പെട്ടേ മതിയാകൂ. എന്നിട്ട് ആ മുറിവുകളിൽ നിന്നുള്ള കാരുണ്യം ലോകം മുഴുവനും സ്വന്തമാക്കി എടുക്കത്തക്ക വിധത്തിൽ ലോകം അതിലേക്ക് കടന്നു വരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കരുണക്കടലിലേക്ക് ഈശോ ആ മകളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു,
നിനക്ക് അവകാശപ്പെട്ട മരണത്തെ ഞാൻ വരിച്ചോളാം കുഞ്ഞെ, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുരിശു മരണത്തിലൂടെ മനുഷ്യ മക്കളെ വീണ്ടും ദൈവമക്കളാക്കി മാറ്റിക്കൊണ്ട് ജീവൻ്റെ ഉറവ, കരുണയുടെ കടൽ മനുഷ്യകുലത്തിനു വേണ്ടി ഒഴുക്കിക്കൊണ്ട് ഈശോ പറയാണ്, എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവമക്കളായി നമ്മോട് പറയാം, മക്കളെ, ഈ കരുണയിലേക്ക് മനുഷ്യവർഗം കടന്നു വരണം. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ട് ഉത്ഭവത്തിൽ തന്നെ ജീവനില്ലാത്ത ജഡമായിട്ട് മാറി. ഈശോ പറഞ്ഞു നിക്കോദേമോസിനോട്, യോഹന്നാൻ 3, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ വീണ്ടും ജനിക്കണം. ഈ മാംസത്തിൽ ജനിച്ച് ജഡമായി പോയ നമ്മെ വീണ്ടെടുക്കുവാൻ ഈശോ മാമോദീസായിലൂടെ നമുക്ക് നൽകുന്ന ജീവൻ, വീണ്ടെടുപ്പ്, ദൈവപുത്ര സ്ഥാനം, ദൈവപുത്രി സ്ഥാനം എങ്ങനെയെന്നറിയോ? കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത്, കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി, കുരിശിൽ നമുക്ക് അവകാശപ്പെട്ട മരണത്തെ സ്വയം വരിച്ച് ഈശോ നമ്മെ വീണ്ടെടുക്കുന്നു, രക്ഷിക്കുന്നു. മക്കളെ, ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ കടൽ. ഈ കരുണക്കടലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മനുഷ്യകുലം കടന്നു വരണം. ക്രിസ്ത്യാനി മാത്രമല്ല, നാനാജാതി മതസ്ഥരും ഈ ലോകത്തിലുള്ള സകലമാന മക്കളും യേശു ക്രിസ്തുവാകുന്ന ഈ കരുണക്കടലിലേക്ക് കടന്നു വരണം. അതാ ഈശോ പറഞ്ഞ് മനുഷ്യവർഗത്തോട് പറ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഈ കരുണ സ്വന്തമാക്കിയവരെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നിനക്കറിയോ, നീ കുമ്പസാരിച്ച് പൊടിയും തട്ടി എഴുന്നേറ്റ് പോവും. എന്നാൽ നിന്റെ പാപത്തിനു വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ കർത്താവ് അനുഭവിക്കുന്ന പീഡാസഹനങ്ങൾ, എൻ്റെ കർത്താവ് ഏറ്റെടുക്കുന്ന കുരിശുമരണം, നിന്റെ കർത്താവ് ചിന്തുന്ന രക്തം നീ അറിയുന്നുണ്ടോ? അതുപോലെ വില കൊടുത്താണ് ദൈവം എന്നെയും നിന്നെയും വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരുണയോട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് മനുഷ്യ മക്കൾക്ക് ഈ കരുണ അറിയത്തില്ല. ജ്ഞാനസ്നാനത്തിലെ ദൈവകാരുണ്യം, ഈ കൂദാശകളിൽ എവിടെന്നാ ഈ ജീവൻ്റെ ശക്തി കിട്ടിയേ, ഈ കൃപ കിട്ടിയത് എവിടെന്നാ? അത് വേറെ എവിടെ നിന്നുമല്ല മക്കളെ, കർത്താവിൻ്റെ കുരിശുമരണം. വെളിപാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം, ആ രക്തത്തിൻ്റെ ശക്തിയാണ് കുംഭസാരത്തിൽ, വിശുദ്ധ കുർബാനയിൽ, സ്ഥൈര്യലേപനത്തിൽ, വിവാഹത്തിൽ, തിരുപ്പട്ടത്തിൽ, അന്ത്യകൂദാശയിൽ ഒക്കെ നിറച്ചു വച്ചിരിക്കുന്നത്. അത് അച്ഛൻ ആദ്യം പറഞ്ഞ്, അച്ഛനൊരു പുരോഹിതനായെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കടലുണ്ട്. എന്തുമാത്രം പാപങ്ങൾ ക്ഷമിച്ചു, എന്തുമാത്രം കരുണ കാണിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ധ്യാനിക്കണം. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കാരുണ്യം, നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ കാരുണ്യം, നമ്മൾ പാപത്തിൽ വീണപ്പോഴും അതിൽ നിന്ന് മോചിപ്പിച്ച കാരുണ്യം, ജന്മപാപത്തോടെ ജനിച്ച എന്നെയും നിന്നെയും വീണ്ടും ആ ജീവൻ്റെ സമൃദ്ധിയിൽ ദൈവമക്കളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ കാരുണ്യം, പലവട്ടം പാപം ചെയ്ത് അവിശ്വസ്തത കാണിച്ചപ്പോൾ കൈവിടാതെ നീ ദൈവത്തിലേക്ക് അടുക്കാതെ ജീവിച്ചിട്ട്, ദൈവത്തെ മറന്ന് ജീവിച്ചിട്ട്, ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് നിന്നെയും എന്നെയും വിട്ടുപേക്ഷിക്കാതെ ഇതുവരെ കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ കാരുണ്യം. പലവട്ടം പറഞ്ഞു, ദൈവമേ ഞാൻ പാപം ചെയ്യില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും വീണ് പോയപ്പോഴും തള്ളിക്കളയാതെ, എൻ്റെ മോനെ, എൻ്റെ മോളെ, എൻ്റെ കരുണ നീ അറിയ്. ഈശോ ഒന്ന് കണ്ണീരോടെ പറയാ, എൻ്റെ മക്കൾ എൻ്റെ കരുണ അറിയട്ടെ, എൻ്റെ മക്കൾ എൻ്റെ കരുണ മനസ്സിലാക്കട്ടെ, എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണ സ്വന്തമാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ വേദനയോടുകൂടി സംഭവിക്കുക. ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ ഈ കരുണയൊക്കെ അനുഭവിച്ചറിഞ്ഞ്, പീഡാനുഭവ വായനകളൊക്കെ കഴിഞ്ഞ്, കുരിശുമരണത്തിൻ്റെ ശക്തി സ്വന്തമാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് സ്വന്തം ഭാര്യയെ തല്ലിയ ഒരു മകൻ്റെ അനുഭവം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം അത് എല്ലാ മക്കളോടും കാണിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് ദൈവത്തിൻ്റെ കരുണയാ. ഈശോ പറഞ്ഞില്ലേ, നിന്റെ സഹസേവകനോട് നീ കരുണ കാണിക്കേണ്ടതായിരുന്നു. നിനക്ക് 10,000 താലന്ത് കടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം കാരുണ്യം നിന്നോട് ഞാൻ കാണിച്ചേ. ദൈവത്തിൻ്റെ ചോദ്യമുണ്ട് മക്കളെ. ഇപ്പോൾ ദൈവം കാരുണ്യവാനാ മരിക്കണവരെ. എന്നാൽ മരിച്ചാൽ പിന്നെ നമ്മുടെ ഓരോ കാര്യത്തിനും ദൈവമായ കർത്താവ്
നീതിയോടെ കണക്ക് ചോദിക്കുന്നുള്ളത് സത്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു. നമ്മൾ ഓർക്കണം, ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ച കരുണ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ശരീരത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ദാമ്പത്യത്തിൽ എല്ലാം കാണിച്ച കരുണ, പൗരോഹിത്യത്തിൽ കാണിച്ച കരുണ എത്രയോ വലുതാ. നന്ദി പറഞ്ഞാൽ തീരത്തില്ല മക്കളെ. എന്നിട്ടും നമ്മൾ അനുസരണക്കേട് കാണിച്ചു, മനുഷ്യൻ അനീതി പ്രവർത്തിച്ചു, ഒത്തിരിയേറെ മ്ലേച്ഛതകൾ. ഇന്ന് ഈ ലോകം എത്രമാത്രം മ്ലേച്ഛതയില്ല. പൈശാചിക ആരാധനകൾ, സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, ഗർഭചിത്രം, ഗേ മാരേജ്, എന്തെല്ലാം പൈശാചികതകൾ. എന്നിട്ടും ദൈവം നശിപ്പിക്കാതെ കാത്തുകൊണ്ട് നടക്കുക. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സൂര്യനെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, ഈ പ്രപഞ്ചത്തെ ചിട്ടപ്പെടുത്തി കൃത്യമായിട്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന ദൈവം, ഒരു സൂര്യൻ ഉദിക്കാതെ പോയ പോരെ, തീർന്നില്ലേ മനുഷ്യൻ്റെ കഥ? എന്നിട്ട് ദൈവം കാരുണ്യം കാണിക്കുക ആ തലത്തിൽ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കനുസരിച്ച് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരോടും കരുണ കാണിക്കണം. ഇല്ലെങ്കിൽ വേറൊരു വശമുണ്ട് മക്കളെ. 10,000 താലന്ത് 2 ലക്ഷം വർഷം ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഈ താലന്തിൻ്റെ അവസ്ഥ. 100 ധനാറെന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ വേതനമുള്ളൂ. ആ സഹസേവകൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു അവൻ, കരുണ കാണിക്കാതെ. ഇന്ന് പലപ്പോഴും ഈ ഒരു മേഖല കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കണം. നമ്മോട് ദൈവം കാണിച്ച കരുണ വലുതാ. എന്നിട്ടും നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബത്തോട്, സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കാതിരിക്കുന്ന വലിയ ഒരു ഗതികേടുണ്ട്. അച്ഛനതിനെ ഗതികേട് തന്നെ എന്ന് പറയും. കാരണം ഈശോ പറഞ്ഞ അവസാനം ആ യജമാനൻ പറയുന്നുണ്ട്, അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്, എല്ലാം തന്നു വീട്ടുവോളം അവിടെ കിടക്കട്ടെ. എത്ര വർഷം? 2 ലക്ഷം വർഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുണ കാണിക്കാതെ പോയാലുണ്ടല്ലോ, നീ മാത്രമല്ല, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കള്, വരും തലമുറകൾ ഈ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. അതാണ് ചില കുടുംബത്തിലൊക്കെ ശാപങ്ങൾ നിൽക്കുന്നു, ചില തകർച്ചകൾ ഇങ്ങനെ കുട്ടികൊള്ളുന്നു. എന്തുകൊണ്ടാണ് പറ്റിയേ? ദൈവത്തിൻ്റെ കരുണ കാണിക്കാതെ ജീവിച്ച മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കരുണയുടെ കാലഘട്ടമാണ്. നീ എത്രമാത്രം വലിയ പാപിയാകട്ടെ, ഈശോ പറഞ്ഞു, ഒരുവൻ്റെ പാപം, വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറയണേ, ഒരുവൻ്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായി കൊള്ളട്ടെ, അവനും അവളും പശ്ചാത്തപിച്ച് എൻ്റെ കരുണയിലേക്ക് തിരിയട്ടെ, ഞാൻ അവരോട് കരുണ കാണിക്കും. ഇപ്പോൾ ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ കരുണയുടെ ആഴം, ആ കടൽ ശരിക്കും ധ്യാനിക്കണം. ആ കരുണക്കടലിലേക്ക് നമ്മെ ആഴ്ത്തണം. എന്നിട്ട് ദൈവം എന്നോട് കാണിച്ച കാരുണ്യം, 10,000 താലന്ത് എനിക്ക് ഇളവ് ചെയ്തു തന്നു. എൻ്റെ നിരവധിയായ പാപങ്ങൾ, എൻ്റെ അടിമത്തങ്ങൾ, എൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിച്ച് ദൈവം എന്നെ ഉയർത്തി അനുഗ്രഹിച്ചു. എല്ലാ മക്കളെയും ജന്മപാപത്തോടെ ജനിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിൽ കുമ്പസാരത്തിലൂടെ, അതിനു മാമോദീസായിലൂടെ പിന്നീട് വീണ്ടും പാപം ചെയ്തിട്ടുണ്ട്. കുമ്പസാരം, വിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം, വിവാഹമെന്ന കൂദാശ, പൗരോഹിത്യമെന്ന കൂദാശ, ഇതിലൂടെയൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ 100 താലന്ത് കടപ്പെട്ട നിൻ്റെ ഭാര്യ, 100 താലന്ത് കടപ്പെട്ട നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിൻ്റെ മാതാപിതാക്കൾ, അവരോട് എന്തേ കരുണ കാണിക്കാൻ നിനക്ക് സാധിച്ചില്ല? കടപ്പാട് വളരെ വലുതാണ് മക്കളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുക. ഇനി എത്രമാത്രം പാപത്തിലായിക്കൊള്ളട്ടെ, നാളെ നമ്മൾ കാണും. ഈ കരുണ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ദൈവം പരിതപിച്ചു എന്നാ പറയാം. ദൈവം പരിതപിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച്. ഇനി മനുഷ്യൻ എന്താ ചെയ്യേണ്ടേ? ഇപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അനുതപിക്കുക. പരിതപിച്ചു, അനുതപിച്ചു, ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ ദൈവം, കാരുണ്യവാനായ ദൈവം, ഒരുവൻ്റെ പാപം രക്തവർണ്ണമാണെങ്കിൽ പോലും മഞ്ഞ് പോലെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത ദൈവമായ കർത്താവ്, ഏത് ശാപങ്ങളിൽ നിൽക്കുവാൻ വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ
ഗലാത്യ 3:13 അവൻ ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കണം, അനുതപിക്കണം. അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നല്ല കുംഭസാരത്തിലൂടെ നമുക്കിനി 2-3 ദിവസങ്ങളുള്ളൂ. ഈ 3 ദിവസങ്ങൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കരുണയോർത്ത് നന്നായിട്ട് ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദാമ്പത്യത്തിലോ പൗരോഹിത്യത്തിൽ, സന്യാസ ജീവിതത്തിൽ, മക്കളിൽ, പഠനത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ ദൈവം ചൊരിഞ്ഞ കരുണ. ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയും, നിങ്ങൾ രോഗം മാറാൻ വേണ്ടിയൊന്നും അധികം പ്രാർത്ഥിക്കണ്ട, തകർച്ച മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കണ്ട. ഈ ഒരു മേഖലയിലൊന്ന് ക്രമപ്പെടുത്തി പ്രാർത്ഥിച്ചു. പോരായ്മകൾ, കുറവുകൾ, പാപങ്ങൾ, അതിലൂടെയാണ് ഇന്ന് എല്ലാ തകർച്ചകളും കടന്നുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒത്തിരി രോഗങ്ങൾ കാണുന്നുണ്ട്. എന്താ പറ്റിയേ? മനുഷ്യൻ ഭക്ഷണത്തിൽ വിഷം ചേർത്തു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും തന്നെ വിഷം, മായം ചേർത്തിരിക്കുക. ദൈവത്തിൻ്റെ ശിക്ഷയൊന്നുമല്ല, പക്ഷെ മനുഷ്യൻ്റെ പാപം, അത് വരുത്തി വയ്ക്കുന്ന വിന, അത് വരുത്തി വയ്ക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, അത് കൊണ്ടുവരുന്ന അടിമത്തങ്ങൾ, അതിൻ്റെ തടസ്സങ്ങൾ, ഇതെല്ലാം മാറ്റാൻ ഒറ്റ വഴിയുള്ളൂ. അതാണ് ഈശോയുടെ കരുണ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ കരുണയിലേക്ക് ഈശോ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം പറഞ്ഞ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതറിഞ്ഞ്, അത് മനസ്സിലാക്കി, പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപം ഏറ്റെടുക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. ഒരു കാര്യം ഓർത്തോ, ഈ ലോകത്തിൽ ആർക്കും നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ ജീവിതത്തെയോ രക്ഷിക്കുക സാധ്യമല്ല. ഒരു രാഷ്ട്രീയക്കാരനും പറ്റത്തില്ല, ഒരു നേതാക്കന്മാർക്കും പറ്റത്തില്ല, ഒരു രാജ്യത്തിനും പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ജോലിക്ക് പറ്റത്തൊന്നുമില്ല, പഠിച്ചാലും വിജയിച്ചാലും കാര്യമില്ല. മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഈശോയുടെ കരുണയിലേക്ക് വരണം. ഈ കരുണയിലേക്ക് വന്നാൽ, ഈ കരുണക്കടലിലേക്ക്, അതുകൊണ്ടാണ് ഈ 9 ദിവസങ്ങൾ ഈശോ പറഞ്ഞ് എൻ്റെ കരുണയിൽ ആഴ്ത്തുക. ഓരോ ആത്മാക്കളെയും ഓരോ മേഖലകളെയും എൻ്റെ കരുണക്കടലിൽ ആഴ്ത്തുക. കരുണക്കടലിൽ ആഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തികളാണ് മക്കളെ കരുണയുടെ പ്രവൃത്തികൾ. പാപത്തേറ്റെടുത്ത കാരുണ്യ പ്രവൃത്തി, ശാപത്തെ നീക്കിയ കാരുണ്യ പ്രവൃത്തി, മരണത്തെ പരാജയപ്പെടുത്തിയ കാരുണ്യ പ്രവൃത്തി, രക്തം ചിന്തി വീണ്ടെടുത്ത കാരുണ്യ പ്രവൃത്തി. ഇത് ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. വീണ്ടെടുപ്പിൻ്റെ വില നൽകിയ കാരുണ്യ പ്രവൃത്തി, അത് ഈശോയ്ക്ക് മാത്രമേ പറ്റൂ മക്കളെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഏകരക്ഷകൻ, എൻ്റെ കർത്താവ് ഏകരക്ഷകൻ, നിൻ്റെ കർത്താവാണ് ഏകരക്ഷകൻ. ഇന്ന് ക്രിസ്ത്യാനിക്ക് പറ്റി തെറ്റെന്നറിയോ? ഈ കർത്താവിനെ, ഈ ഏകരക്ഷകനെ സ്വന്തമാക്കി സ്വീകരിച്ച് അവൻ്റെ കരുണ പ്രഘോഷിക്കാൻ, അവൻ്റെ കരുണ സ്വന്തമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് ഭാര്യയെ വീട്ടിലിട്ട് തല്ലത്തില്ല. അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച പീഡാസഹനം കഴിഞ്ഞ്, ദുഃഖശനി കഴിഞ്ഞ് പിറ്റേ ദിവസം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് അവൻ നോമ്പ് വീട്ടത്തില്ല. ക്രിസ്ത്യാനി ഇതുവരെയും ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ കരുണ നമ്മൾ സ്വന്തമാക്കണം. പോരാ, ഈ കരുണയെ നമ്മൾ പ്രഘോഷിക്കണം. എങ്ങനെ? ജീവിതം കൊണ്ട് പ്രഘോഷിക്കണം ഈ കരുണയെ. അതാണ് ഈശോ പറഞ്ഞ്, ലോകം മുഴുവനോട് പറയും, നീ പ്രഘോഷകനാകണം, പ്രഘോഷകയാകണം ദൈവകരുണയുടെ. അതിനുള്ള വിളിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ 2020. നമുക്കറിയാം, മഹാമാരിയുടെ കാലഘട്ടം. എന്താ പറ്റിയേ? ലോകത്തിന് ദൈവത്തെ ഒന്നും വേണ്ട. ഈ കരുണയെക്കുറിച്ചൊരു ചിന്തയില്ല. എൻ്റെ കഴിവ്, ഞാൻ ചെയ്യും, എനിക്ക് ഈ ഒരു അഹങ്കാരം ദൈവത്തെ മാറ്റി നിർത്തി. വചനം വേണ്ട, കൂദാശ വേണ്ട, ദേവാലയം വേണ്ട, ഗേ മാരേജ്, ഗർഭചിത്രം, ജീവനെ കൊല്ലുന്ന മനുഷ്യൻ. എന്ത് കഷ്ടം ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ ഞാൻ ഓർക്കാണ്, ഞാൻ പറഞ്ഞില്ലേ, മലദ്വാരം ധ്യാനിച്ചോ? യൂട്രസിൻ്റെ ഓട്ട ദ്വാരം ധ്യാനിച്ചോ? ചെവിയുടെ ദ്വാരം, മൂക്കിൻ്റെ, ഇതൊക്കെ അടഞ്ഞാൽ പിന്നെ എന്തായിരിക്കുന്ന? ഇതൊക്കെ ഒന്ന് ഓർത്ത് ധ്യാനിച്ചു നോക്കി. ഈ കരുണ അങ്ങോട്ട് പാടെ വിസ്മരിച്ചിട്ട്, ദൈവം തന്ന ദാനങ്ങളെ മറന്നിട്ട്, അതുണ്ടാക്കിയവനെ മറന്നിട്ട്, അവൻ്റെ കരുണ വിസ്മരിച്ചിട്ട്, അതെല്ലാം സ്വീകരിച്ചിട്ട് ധൂർത്തപുത്രനെ പോലെ
പിതാവിനെയും വിട്ട് തോന്നിവാസം. എന്നിട്ട് രക്ഷപ്പെടാൻ ലോകമല്ലേ. ഇങ്ങനെ പോയിട്ട് ലോകം രക്ഷപ്പെട്ടോ മക്കളെ? ഓർത്തു നോക്കി. അതുകൊണ്ട് ഞാൻ പറയും, ഈ കാലഘട്ടം ദൈവകരുണയിലേക്ക് അതുപോലെ മനുഷ്യവർഗം തിരിയേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു സംശയവും വേണ്ട. ഈ കരുണയാണ് കർത്താവ് പറയുന്നത്. മക്കളെ, എൻ്റെ കരുണ. ഈശോയുടെ ഒരു വലിയ വേദനയുണ്ട്. നാളെ അതിലേക്ക് നമ്മൾ കൂടുതൽ കാണും. ഈശോയുടെ കരുണ ഇതുപോലെ തന്നിട്ടും ആർക്കും വേണ്ട. ആർക്കും വേണ്ട ഈ കാരുണ്യം. കുദാശ വേണ്ട, കുമ്പസാരം വേണ്ട, കുർബാന വേണ്ട. മാമോദീസ പോലും മക്കൾക്ക് കൊടുക്കാത്തവരില്ലേ? മാമോദീസയെ കുറിച്ച് എന്തറിയാം? കുദാശയെ കുറിച്ച് എന്തറിയാം? ഇനി കുർബാന സ്വീകരിക്കുന്നുണ്ട്. ആ കുർബാന സ്വീകരിച്ചിട്ട് ഈശോ പറയാ, എൻ്റെ മക്കള് ഒരു വസ്തുവിനോടെന്ന പോലെയാ എന്നോട് പെരുമാറുന്നേ. ഞാനാ ചെല്ലണേ, ഞാനാ എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ രക്തത്തിലൂടെ ഇതുപോലെ കാരുണ്യത്തിൻ്റെ ആഴത്തിൽ എന്നെ തന്നെ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ മക്കളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വസ്തുവിനെ പോലെ എന്നെ സ്വീകരിക്കും. ഈശോക്കറിയാം മക്കളെ, ഈശോക്കറിയാം. ഈശോയെ സ്വീകരിച്ചിട്ട് ഈശോയുടെ മിണ്ടാറുണ്ടോ? നീ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഈശോയെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ആ കാരുണ്യത്തെ ജീവൻ അർപ്പിച്ചിട്ടാ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയേ. ജീവൻ അർപ്പിച്ചിട്ടാ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയേ. രക്തം ചിന്തിയിട്ടാ ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയേ. ജീവൻ അർപ്പിച്ചിട്ട് ജീവൻ തന്നിട്ടാണ് ജീവന്റെ അപ്പമായിട്ട് മാറിയേ. ആ ഈശോയെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ എന്തുമാത്രം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? അവനെ സ്വീകരിച്ചിട്ട് അവനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അവന് ജീവനെ സമർപ്പിച്ചിട്ടുണ്ടോ? അവനെങ്കിലേക്ക് കടന്നു വരാൻ പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണ സ്വന്തമാക്കി എടുക്കാൻ ഈശോ നിലവിളിക്കുക. ഈ കരുണയുടെ തിരുനാളില് ചങ്ക് കുത്തി തുറന്ന് മഹാപ്രവാഹം പോലെ കരുണ ഒഴുക്കിയിട്ട് ആ കരുണ സ്വീകരിക്കാതെ തിരസ്കരിക്കപ്പെട്ട ദൈവകാരുണ്യം ചങ്ക് തകർന്നുകൊണ്ട് ഈശോ ഇന്നും വിളിക്കുന്നുണ്ട്, മോനെ മോളെ, ഞാൻ നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്നു. ഉൽപ്പത്തി മുതൽ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കുരിശിൽ പൂർത്തീകരിച്ച, സ്ലേഹന്മാരിലൂടെയും ഒക്കെ പൂർത്തീകരിച്ച കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരണം. ദൈവം തന്ന അനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരണം. എന്നിട്ട് ആ കാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തെ സ്വന്തമാക്കിക്കൊണ്ട്, ആ കരുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല മക്കളെ. ആ കരുണയിലേക്ക് തിരിയാതെ ജീവിക്കാൻ പറ്റില്ല മക്കളെ. അതറിഞ്ഞുകൊണ്ടാ ഈശോ പറഞ്ഞ്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണ എന്താണ്? ഈ കരുണ കുരിശിൽ മരിച്ച, കുരിശിൽ ജീവൻ അർപ്പിച്ച ദിവ്യ കാരുണ്യമായിട്ട് മാറി കൂടെ വസിക്കുന്ന ഈശോയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈശോയുടെ സാന്നിധ്യത്തിൽ നിറയപ്പെടുന്ന ദിവ്യ കാരുണ്യ സാന്നിധ്യമാകുന്ന കരുണ സ്വന്തമാക്കി എടുക്കാതെ നിനക്കോ എനിക്കോ രക്ഷയില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താ പറ്റിയേ? അച്ഛൻ ഈ പല തകർന്ന കുടുംബങ്ങളൊക്കെ കാണുമ്പോൾ കുമ്പസാരമില്ല, കുർബാനയില്ല, ദൈവബന്ധമില്ല. ഒരു അച്ഛനും രക്ഷപ്പെടില്ല, ഒരു കന്യാസ്ത്രീയും രക്ഷപ്പെടില്ല, ഒരു കുടുംബം രക്ഷപ്പെടില്ല, ഒരു യുവമക്കളും കുഞ്ഞുമക്കളും രക്ഷപ്പെടില്ല, ലോകം മുഴുവനും രക്ഷപ്പെടില്ല ഈ കരുണയിലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രിസ്ത്യാനി, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണ നമ്മെ മാടി വിളിക്കുന്നു. ഈ കരുണയിലേക്ക് നമ്മൾ കടന്നു വന്ന് ഈ കരുണയുടെ കടൽ ധ്യാനിക്കുക. ഈ കരുണക്കടൽ ധ്യാനിക്കുക. ആ കരുണക്കടലിലേക്ക് ആഴ്ന്നിറങ്ങി ആ കരുണ സ്വന്തമാക്കി, ആ കരുണയാ നിറഞ്ഞ് കവിഞ്ഞ് ലോകം മുഴുവനിലേക്കും ഈ കരുണയുടെ ഒരു പ്രവാഹമായി മാറാൻ, കരുണയുടെ ഉറവയായി തീരാൻ ഈശോ വിളിക്കുന്നു എന്നെയും നിന്നെയും. ഈ സമയം അല്പസമയം നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോയുടെ കൂടെ ഈ ആഴമുള്ള കരുണക്കടലിൻ്റെ അഗാധങ്ങളിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നന്ദിയോടെ നമുക്ക് ഈശോയുടെ കൂടി ഇരിക്കാം. നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. കേട്ട വചനങ്ങൾക്കനുസരിച്ച് കർത്താവിൻ്റെ നിലവിളി നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ആ വലിയ വേദനയോടെ, ആ വലിയ നിലവിളിയോടെ നമ്മെ വിളിച്ചുകൊണ്ട് ഈശോ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ എഴുന്നള്ളി വരുന്നു. ആരാധനയുടെ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ അല്പസമയം ആയിരിക്കാം.
കാരുണ്യമായ ഈശോ, കൂടെ വസിക്കുന്ന കർത്താവ്, നമ്മെ ഒരിക്കലും കൈവിടാതെ ലോകാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് മക്കളെ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാം. കേട്ട വചനങ്ങൾക്കനുസരിച്ച് കർത്താവിൻ്റെ വലിയ ദാഹം മനുഷ്യ മക്കളെൻ്റെ കരുണയിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ്. ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞ്, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ ദൈവദാനങ്ങളെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവകരുണയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ചങ്കുകുത്തി തുറത്ത വലിയ അഭിഷേകത്തില് തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ വലിയ സംരക്ഷണം ഇപ്പോൾ എല്ലാ മക്കളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ഒഴുകട്ടെ. കരുണയുടെ കടൽ ഈ സമയം എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ജീവൻ നൽകി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും വലിയ കരുണയോടെ അവനെ സൃഷ്ടിച്ചു. ദൈവം ആഗ്രഹിച്ചു അവൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം മറ്റൊന്നുമില്ല, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ മനുഷ്യന് സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് അവനെ സൃഷ്ടിച്ചത്. അവന് സമാധാനം ഉണ്ടാകണമെങ്കിൽ, അവന് ജീവൻ ഉണ്ടാകണമെങ്കിൽ, അവന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ, അവൻ വളരണമെങ്കിൽ, അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം കൂടെ വേണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജീവൻ നൽകി അവനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ വചനം വിട്ട് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് മനുഷ്യൻ ഇതാ വെറും ജഡമായിട്ട് മാറി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കണ്ടില്ലേ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വേദനാജനകമായ വചനം? മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവം പരിതപിച്ചു. നോർത്തോക്കെ വേറെ ഒന്നിനെ കുറിച്ച് ദൈവം പരിതപിച്ചിട്ടില്ല മക്കളെ. ആനയെക്കുറിച്ച് ദൈവം പരിതപിച്ചിട്ടില്ല, സിംഹത്തെക്കുറിച്ച് പരിതപിച്ചിട്ടില്ല, ഈ ഭൂമിയെക്കുറിച്ച് ദൈവം പരിതപിച്ചിട്ടില്ല. എന്നാൽ ഇത്രമാത്രം സ്നേഹിച്ച് കരുണയുടെ ആഴങ്ങളിലേക്ക് നയിച്ച് തന്റെ ജീവൻ നൽകി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ വിട്ടപ്പോ ചങ്കുപൊട്ടി കരഞ്ഞ തമ്പുരാന്റെ നിലവിളി അവിടുത്തെ ഹൃദയം വേദനിച്ചു. മക്കൾ വിട്ടുപേക്ഷിക്കാതെ അവനെ പിന്തുടർന്ന കാരുണ്യം നമ്മൾ കണ്ടു. അവനെ വിട്ടുപേക്ഷിക്കാതെ അവന് ജീവൻ തരാൻ വേണ്ടി ദൈവം തന്റെ മക്കളുടെ പിന്നാലെ. എന്നിട്ടും കൽപ്പനകൾ പാലിക്കാതെ, വചനം പാലിക്കാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഈ ദിവ്യ കാരുണ്യത്തിന് നമ്മളെ വിടാൻ പറ്റത്തില്ല. ഇറങ്ങി വന്നു, സ്വർഗം വിട്ടിറങ്ങി വന്ന കാരുണ്യം മനുഷ്യ മക്കളുടെ കൂടെ വസിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. പോരാ, ജീവൻ തരണം. അതിനുവേണ്ടി ജീവൻ തരാൻ വേണ്ടി ഈശോ വന്നു. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യ കാരുണ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈശോയുടെ കരയുന്ന മുഖം ഈ ദിവ്യ കാരുണ്യത്തിൽ നിനക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മുടെ നേരെ ആർദ്രമായ സ്നേഹത്തോടെ കരുണയോടെ നോക്കുന്ന ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നിലവിളിച്ചു. എന്തിനെന്നോ? എനിക്ക് ദാഹിക്കുന്നു മക്കളെ. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റെടുക്കാൻ, നമുക്ക് വീണ്ടും ജീവൻ തരാൻ, ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ പാപത്തെ, ആ പാപത്തിലൂടെ വന്ന ശാപത്തെ, അതിലൂടെ വന്ന മരണത്തെ എല്ലാം ഏറ്റെടുത്ത് വീണ്ടും ജീവൻ നൽകി ദൈവമക്കളാക്കി മാറ്റാൻ
പ്രിയപ്പെട്ട കുഞ്ഞ്, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണ സമയത്താണ് ഈശോ നിലവിളിച്ച്, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. നമ്മള് തമ്പുരാനിലേക്ക് കടന്നു വരണം. ദൈവകരുണയിലേക്ക് നമ്മൾ കരുണ, പാപമേറ്റെടുക്കുന്ന നമ്മൾ കണ്ടു, പാപമേറ്റെടുക്കുന്ന കാരുണ്യമാണ് ഈശോ. ശാപങ്ങൾ നിൽക്കുന്ന കാരുണ്യമാണ് ഈശോ. മരണത്തെ പരാജയപ്പെടുത്തുന്ന കാരുണ്യമാണ് ഈശോ. അതുപോലെ ഹെബ്രായർ 2:15 പറയുന്നുണ്ട്, തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിച്ച കാരുണ്യം. ഒരു പിശാചിന് വിട്ടുകൊടുക്കാതെ പിശാചിനെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് തൻ്റെ മക്കളെ സ്വതന്ത്രമാക്കിയ കാരുണ്യം കൂടിയാണ് കുരിശിലെ കാരുണ്യം, ദിവ്യകാരുണ്യം. ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ കരുണയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്നെ ഈശോ വിളിക്കുന്നു, നിന്നെ ഈശോ വിളിക്കുന്നു. ആ കരുണയിലേക്ക് വലിയ ദാഹത്തോടെ കടന്നു വാ. ഈശോയെ, ഞാൻ അങ്ങയുടെ മോനാ. ഈശോയോട് പറ, ഈശോയെ, ഞാൻ അങ്ങയുടെ മോളാ. ഈശോയെ, ഇതൊന്ന് ദാനമായി ഈ ജീവിതം, എൻ്റെ പൗരോഹിത്യം, എൻ്റെ കുടുംബം, നിന്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബം, ബിസിനസ്, ജോലി, മക്കളെ, നിങ്ങളുടെ പഠനം എല്ലാം തമ്പുരാന്റെ കൃപകളുടെ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. ജീവൻ നൽകുന്ന കർത്താവിന്റെ കാരുണ്യ പ്രവൃത്തികളെ സ്വന്തമാക്കാം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് ദിവ്യ കാരുണ്യമായിട്ട് ഇന്നും എന്നെയും നിന്നെ നോക്കി നിലവിളിക്കുക. മോനെ, മോളെ, നീ എൻ്റെ മോള, നീ എൻ്റെ മോന. ഞാനാ നിനക്ക് ജീവൻ തന്നെ, ഞാനാ നിനക്ക് ശരീരം തന്നെ. നിന്റെ ശരീരം എൻ്റെ ആലയമാ. എന്നെ കൂടാതെ നിനക്ക് ജീവിക്കാൻ സാധ്യമല്ല കുഞ്ഞ്. അതിനു വേണ്ടിയ ഞാൻ ജീവന്റെ അപ്പമായിട്ട് മാറിയത്. ആ സ്നേഹത്തെ കണ്ട്, കുരിശിലെ സ്നേഹത്തെ കണ്ട്, ആ വലിയ ആഴങ്ങളിലേക്ക്, ആ കരുണക്കടലിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞ്, നിനക്ക് നിന്നെ ഒന്ന് സമർപ്പിക്കാമോ? നമുക്ക് നമ്മെ സമർപ്പിക്കാം, മക്കളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഏത് പ്രതിസന്ധി ആകട്ടെ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗങ്ങൾ, അതിലേക്കൊന്നും നോക്കണ്ട. ഈ കരുണക്കടലിലേക്ക് സമർപ്പിക്കേണ്ട പോലെ സമർപ്പിച്ചാൽ ഇവിടെ തീരാത്ത പ്രശ്നമില്ല, ഇവിടെ തീരാത്ത ഒരു പ്രതിസന്ധി ഇല്ല. ഇവിടെ തീരും, ഇവിടെ പാപം തീരും, ശാപം തീരും, മരണം തീരും. സാത്താൻ എന്നേക്കുമായിട്ട് നരകത്തിലേക്ക് താഴ്ത്തപ്പെടും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കരുണയിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചാൽ, ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ചേർന്ന് പാടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, എന്റെ കർത്താവേ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. സ്വയം നോക്കിക്കേ മക്കളെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായ. അതെ മക്കളെ, പൂർണ്ണമായിട്ട് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയുടെ കരുണക്കടലിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ കരുണക്കടലില് എല്ലാ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ നീക്കപ്പെടുന്ന കരുണയുടെ ആഴമാണ് കർത്താവിൻ്റെ ഈ കരുണ. ഇവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല, ഇവിടെ മാറാത്ത രോഗങ്ങളില്ല, ഇവിടെ തകരാത്ത കെട്ടുകളില്ല, ഇവിടെ പൊട്ടാത്ത കെട്ടുകളില്ല, ബന്ധനങ്ങളില്ല. ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മക്കളെ, ഈ ദൈവത്തിൻ്റെ കാരുണ്യം, എല്ലാം തന്ന ദൈവത്തിൻ്റെ കാരുണ്യം ഒന്ന് നന്ദിയോടെ ഓർത്തെ. നമ്മുടെ ശരീരം, നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടില്ലേ? മലദ്വാരമില്ലാതെ ജനിച്ച കൊച്ച്, യൂട്രസിന് ദ്വാരമില്ലാത്ത കൊച്ച്. നമുക്കിതെല്ലാം തന്ന ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിൽ വിശുദ്ധിയുണ്ട്, ചൈതന്യമുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ട് തന്നിഷ്ടം പോലെ ജീവിക്കുമ്പോൾ ആ താലന്തിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞില്ലേ, 10,000 താലന്ത് 2,00,000 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നത്ര വിലപിടിപ്പുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ജീവിതം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കരുണ കാണിക്കേണ്ട ജീവിതം കൂടിയാണ്.
ഈശോ പറഞ്ഞു ഇത് കൃത്യമായിട്ട്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവദാനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, നിന്റെ ജീവിത പങ്കാളി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ, നീ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം. ദൈവം തന്ന ദാനമാ. കുറവുകളുണ്ട് മനുഷ്യർക്കൊക്കെ, പക്ഷെ ആരെയും നീ താഴ്ത്തിക്കെട്ടരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും പീഡിപ്പിക്കരുത്, തല്ലരുത്, മറ്റുള്ളവനെ നശിപ്പിക്കരുത്. നമ്മൾ സഹദാസനോട് കരുണ കാണിക്കണം. ഈശോ പറഞ്ഞു, കാരണം നമ്മോട് ദൈവം അതുപോലെ കരുണ കാണിച്ചിട്ടുണ്ട്. എല്ലാ ദാനങ്ങളെയും നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ തന്ന അനുഗ്രഹങ്ങൾ. ഇന്ന് പലപ്പോഴും മക്കളെ, നമ്മൾ ഈശോ തന്ന അനുഗ്രഹങ്ങളെ കാണാറില്ല. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ദൈവത്തിൻ്റെ കരുണ മതി എന്നുള്ള ചിന്താഗതി നമുക്ക്. അല്ല മക്കളെ, നമ്മൾ മുഴുവൻ ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണ കടലിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് വിട്ടുപോയ നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കണം. വീണ്ടും ആ കരുണ നമ്മെ പൊതിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എല്ലാം ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തിന് നമ്മെ തന്നെ പരമേൽപ്പിച്ചുകൊണ്ട്, ഈശോയെ ഞാൻ നിൻ്റെതാണ്, നമുക്ക് കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ, എൻ്റെ പൗരോഹിത്യത്തെ, സന്യാസ ജീവിതത്തെ എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ സ്വന്തമാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ആ കരുണയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ പിന്നെ ആ കരുണക്കടലിൽ എല്ലാ അനുഗ്രഹങ്ങളും, കൃപകളും, സൗഖ്യവും, സന്തോഷവും, സമാധാനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ നമുക്ക് സമർപ്പിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൻ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കറ പോക്കി. പാവന നീളം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കാം. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കാം. വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ. വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വരണമേ എന്റെ കർത്താവേ. ഈശോയേ, ഇരു കാര്യങ്ങളും ഉയർത്തി ഈശോയെ വിളിച്ച് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ സഹനങ്ങളിലേക്ക് ഈശോ വരണമേ. ഈശോയേ, 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 വരണമേ. ഈശോയേ, വരണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണെന്ന്. ആ കരുണക്കടലിലേക്ക് അങ്ങ് തന്നെ ഞങ്ങളെ ഇപ്പോൾ ആഴ്ത്തണമേ കർത്താവേ. അങ്ങയുടെ കരുണ മനസ്സിലാക്കാത്ത അനേകായിരങ്ങൾ ഈ ലോകത്തിലുണ്ട്. ക്രൈസ്തവരായിട്ട് പോലും അങ്ങയുടെ കരുണ അറിയാതെ ജീവിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവേ. സങ്കീർത്തകരിൽ അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പൗലോസ്ലീഹായോട് പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നിങ്ങൾ ഗ്രഹിക്കും മക്കൾ. ഈശോയെ, അങ്ങയുടെ ദാഹവും അത് തന്നെയാണ്. എൻ്റെ മക്കൾ എൻ്റെ കരുണ അറിയണം. എൻ്റെ മക്കൾ എൻ്റെ കരുണ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണ മനസ്സിലാക്കിയാൽ പിന്നെ ഈ കാരുണ്യനാഥനെ വിട്ട് നമ്മൾ എവിടെയും പോവില്ല, എവിടെയും പോവില്ല. എൻ്റെ ഈശോ അത്രമാത്രം എനിക്ക് മതിയായവനാണ്. എൻ്റെ ഈശോയിലെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, മദ്യത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, ജഡികാസക്തിയുടെ പിന്നാലെ പോകത്തില്ല, സമ്പത്തിൻ്റെ പിന്നാലെ ആർത്തിപ്പിടിച്ച് പോകത്തില്ല, കൂദാശ വിട്ട് ഒരിക്കലും പോകത്തില്ല, പ്രാർത്ഥന വിട്ട് പോകത്തില്ല. എൻ്റെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് എനിക്കൊരു ഹരമായിരിക്കും. എൻ്റെ ഈശോ, എൻ്റെ കാരുണ്യം കർത്താവേ, ആ കരുണ സ്വന്തമാക്കാൻ യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ഇടയാക്കണേ കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയുടെ കാരുണ്യം രുചിച്ചറിയാനുള്ള കൃപ അത് മതി. അങ്ങയുടെ കരുണക്കടലിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാനുള്ള ഭാഗ്യം ഈശോയെ അങ്ങയുടെ മക്കൾക്ക് നൽകണം. ലോകം മുഴുവനും ഈ കരുണയിലേക്ക് തിരിച്ചു വരണമല്ലോ കർത്താവേ. അല്ലാതെ രക്ഷപ്പെടില്ലെന്ന് അങ്ങല്ല പറഞ്ഞ ഈശോയെ. മനുഷ്യവർഗം എൻ്റെ കരുണയിലേക്ക് തിരിയാതെ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനെയും അങ്ങയുടെ കരുണയിലേക്ക് തിരിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ, അങ്ങയുടെ കരുണ അനുഭവിക്കട്ടെ. പിശാചിന് വിട്ടുകൊടുത്ത് മറ്റുള്ളവരെ കൊന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കി ചതിയും കള്ളക്കടത്തും ആ പൈശാചികതകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ലോകം യേശുവേ, അങ്ങയുടെ കരുണ അറിഞ്ഞാൽ ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ലോകം നശിച്ചിരിക്കുന്നു കർത്താവേ. കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, രാജ്യങ്ങൾ തകർന്നിരിക്കുന്നു, ഭീകര പ്രവർത്തനങ്ങൾ ഏറിയിരിക്കുന്നു, കൊലപാതകങ്ങളും ഗർഭചിത്രങ്ങളും അതിപ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ അറിയാത്തത് കൊണ്ടല്ലേ അങ്ങയുടെ മക്കൾ ഇങ്ങനെയൊക്കെ നശിച്ച് തകർന്നിരിക്കുന്നു. ഇങ്ങനെ പോയിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടോ? ആരും രക്ഷപ്പെട്ടിട്ടില്ല ഈശോയെ. നശിച്ചിട്ടേ ഉള്ളൂ, തകർന്നിട്ടേ ഉള്ളൂ. ദിവ്യകാരുണ്യനാഥ, വലിയ ദാഹത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടൽ എല്ലാ മക്കളുടെ മേലും ഒഴുകട്ടെ. ചങ്ക് കുത്തി തുറന്ന് തിരുരക്തമാകുന്ന ജീവനും തിരുജലമാകുന്ന വിശുദ്ധീകരണത്തിന്റെ ചൈതന്യവും അങ്ങയുടെ മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്ക് ഇപ്പോൾ ഒഴുക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി വലിയ ദാഹത്തോടെ ഈ വലിയ കരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ദൈവകരുണ വ്യാപരിക്കുന്നു. അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരുണയിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അങ്ങയുടെ കരുണക്കടൽ ഈ മക്കളെ മൂടട്ടെ. തിരുരക്തം ഒഴുകട്ടെ, തിരുജലം ഒഴുകട്ടെ. കരുണക്കടലിന്റെ ആഴങ്ങളിലേക്ക്, അഗാധങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, അഗാധങ്ങളിലേക്ക് അങ്ങയുടെ മക്കൾ ഇപ്പോൾ ആനയിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ. പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവാനേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദിവ്യകാരുണ്യീശോ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നൽകുന്നത് അവിടുത്തെ തന്നെയാണ്. നമ്മളത് അറിയണം. ഈശോയുടെ വലിയൊരു വേദനയുണ്ട്. എൻ്റെ മക്കള് ഒരു വസ്തുവിനെ പോലെ എന്നെ കാണുന്നു. നിങ്ങൾ ശരിക്കും കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോയുടെ തിരുമുഖം ഈ തിരുവോസ്തയിൽ നിനക്ക് കാണാൻ സാധിക്കും. ജീവിക്കുന്ന കർത്താവാണ് മക്കളെ ദിവ്യകാരുണ്യം. ഈ കരുണയുടെ ആഴങ്ങളിലേക്ക്, ഈ കരുണക്കടലിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അതൊരു വ്യക്തിബന്ധമാണ്. എൻ്റെ ഈശോയും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ആഴമായ ബന്ധം. അതാണ് ഈശോ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് തരുന്നത്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് എൻ്റെ സൗഹൃദം, എൻ്റെ സാന്നിധ്യം, എൻ്റെ ചൈതന്യം, എൻ്റെ ജീവൻ. ഈശോ ജീവനാണ് മക്കളെ. ആ ജീവൻ തരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ദാഹത്തോടെ ഈശോയിലേക്കൊന്ന് കടന്നു വരാൻ നമുക്ക്. എൻ്റെ ഈശോയെ എന്ന് ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ജീവനാകുന്ന എൻ്റെ ഈശോയെ
എന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന എന്റെ ഈശോയെ, എന്റെ ശാപങ്ങൾ നീക്കുന്ന എന്റെ ഈശോയെ, എന്റെ മരണത്തെ പരാജയപ്പെടുത്തുന്ന എന്റെ ഈശോയെ, എന്റെ മേലുള്ള, എന്റെ കുടുംബത്തിന്റെ മേലുള്ള ശാപങ്ങളെ, മരണത്തെ പരാജയപ്പെടുത്തി സാത്താന് എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തുന്ന എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എന്റെ കൂടെ വസിക്കാനാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യമായി തീർന്നത്. എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ തകർച്ചയിലേക്ക് വരണമേ, എന്റെ ബലഹീനതകളിലേക്ക് വരണമേ, എന്റെ നിസ്സഹായതകളിലേക്ക് വരണമേ, എന്റെ രോഗങ്ങളിലേക്ക് വരണമേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ, എന്റെ യേശു എന്ന് വിളിച്ചോ. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വിളിയ, എന്റെ യേശുവേ, ഞാൻ അങ്ങയുടെ മോന പറ, ഞാൻ അങ്ങയുടെ മോള, ഞാൻ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഉദാഹരണമാ. അങ്ങ് തന്ന ജീവന, അങ്ങ് തന്ന ശരീരമാ, ഈ ശരീരം അങ്ങയുടെ ആലയമാ. എന്റെ മക്കൾ അങ്ങയുടേതാ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മാതാപിതാക്കള്, എന്റെ കുഞ്ഞുമക്കള് സ്വയേ അങ്ങയുടേതാണ്, അങ്ങയുടേതാണ്. അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങയുടെ ജീവനാണ്, അങ്ങയുടെ സ്വന്തമാണ്. യേശുവേ, യേശുവേ, എല്ലാം യേശുവെ ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ. നമ്മൾ ഈശോ എടുത്ത് മാത്രം. ഈശോ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് സാധ്യമല്ല മക്കളെ. എന്തുമാത്രം കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാ നമ്മള്. എന്നാലും കർത്താവ് കാണിച്ച കാരുണ്യം, 10,000 താലന്ത് കടപ്പെട്ട നമ്മുടെ അവസ്ഥ, കർത്താവ് തന്ന കാരുണ്യം, സ്വയേ നന്ദി പറയുന്നു. ഈ ജീവിതം അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. നമുക്ക് മറ്റുള്ളവരുടെ കരുണ കാണിക്കും. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആരെയും വെറുക്കല്ലേ. പ്രത്യേകിച്ച് ദൈവം നിനക്ക് തന്ന നിന്റെ കുടുംബത്തിലുള്ളവരെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത്. വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാതെ നോക്കണം. നമുക്ക് ഒരിക്കൽ പോലും തല്ലരുത്. അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. മക്കള് അനുഗ്രഹിക്കപ്പെട്ട് വളരണം, പഠിക്കണം, അനുസരിക്കണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഒരു വലിയ തീരുമാനം നമുക്ക് എടുക്കാം. ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കും. കർത്താവിന്റെ കരുണക്കടലിന്റെ ആഴങ്ങളിൽ ഞാൻ ജീവിക്കും. ആ ജീവന്റെ സമൃദ്ധിയിൽ എനിക്ക് ജീവിക്കണം. ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, ദാഹാർത്തരെ. ഈശോയുടെ വലിയ ആഗ്രഹം എന്നറിയോ മക്കളെ, നമ്മൾ ഈശോയിലേക്ക് കടന്നു വന്ന് ഈശോയുടെ സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കണം. പിന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ജനം, എൻ്റെ മക്കൾ എൻ്റെ കർത്താവിൻ്റെ അഭിമാനമാണ്. അതുപോലെ നമ്മളായിത്തീരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഈശോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈശോ നമുക്ക് ജീവൻ തരും. ഈശോ നമ്മെ വീണ്ടെടുക്കും. എല്ലാ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും ഈശോ. അതുകൊണ്ട് വലിയ തീരുമാനത്തോടെ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ, തകർച്ചകളേക്ക് നോക്കണ്ട, രോഗങ്ങളിലേക്ക് നോക്കണ്ട. ഈശോ ഒന്ന് തൊട്ടാൽ മതിയില്ല മക്കളെ. ഈശോ ഒരു വാക്കരുൾ ചെയ്താൽ മതിയില്ല മക്കളെ. നമ്മൾ ഈശോയുടെ സ്വന്തമായാൽ പിന്നെ ഈശോ നമ്മെ നശിക്കാൻ അനുവദിക്കത്തില്ല. ഈശോ നമ്മെ രക്ഷിക്കും, ജീവൻ തരും. അതിനുവേണ്ടി മരിച്ച കർത്താവാ ഈശോ. നമ്മളാരും നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. പിതാവിന്റെ സ്നേഹമാണ് ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നൽകപ്പെട്ട യേശു ക്രിസ്തുവാകുന്ന ദിവ്യ കാരുണ്യനാഥൻ നീയോ നിന്റെ കുടുംബമോ നശിക്കാൻ അനുവദിക്കത്തില്ല. സമർപ്പിക്കുകയും തീരുമാനത്തോടെ സമർപ്പിക്കുക. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. നോക്കി ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്ന് അകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്ന് അകലുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കാൻ തണലേകും നാഥനെ പിരിയുകില്ല. ദിവ്യകാരുണ്യനാഥ,
എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച, എനിക്ക് വേണ്ടി ചങ്ക് കുത്തി തുറന്ന, എനിക്ക് വേണ്ടി തിരുമുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ മുറിവിൽ നിന്നും കരുണ ഒഴുക്കിയ ആ വലിയ സ്നേഹത്തിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് എന്നെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ കുടുംബത്തെയും നിനക്കുള്ളവരെയും നിനക്കുള്ള സകലതിനെയും ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, ആ കരുണക്കടലിൽ എന്നെ ആഴ്ത്തണമേ, ആ തിരുഹൃദയത്തിൽ എന്നെ ചേർത്ത് പിടിക്കണമേ. വലിയ ദാഹത്തോടെ വിശുദ്ധ ഫൗസ്തീനായോടൊപ്പം ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങനെ ഹൃദയത്തിനുള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി ഈ ഈശോയുടെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കൊരുമയോടെ സ്നേഹത്തോടെ നന്ദിയോടെ സ്വീകരിക്കാം. യേശുവേ നന്ദി. സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കരുണക്കടലിലേക്ക് ഈശോ നമ്മെ ആഴ്ത്തുന്ന, കരുണക്കടലിൽ മുക്കിപ്പിടിച്ച് പൊതിഞ്ഞു പിടിക്കുന്ന വലിയ അഭിഷേകം ഈ ആശീർവാദത്തിലൂടെ ഈശോ ഇതാ നമുക്ക് തരുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയം തുറന്ന് തിരുരക്തവും തിരുജലവും നമ്മുടെ മേൽ ഒഴുക്കി നമ്മെ ഇതാ കർത്താവ് സ്വന്തമാക്കുന്നു, അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ഈശോയേ ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ, ഈശോയേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.